2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCCയുടെ ഭാരവാഹിത്വത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുമെന്നുള്ള ചർച്ച ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് KPCCയുടെ പുതിയ ഭാരവാഹികളായി പുതിയ നേതാക്കന്മാർ ചുമതല ഏറ്റെടുത്ത ദിവസമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കുമൊക്കെ വലിയ സന്തോഷം നൽകുന്ന രീതിയിലാണ് AICC KPCCയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സണ്ണി ജോസഫ് KPCCയുടെ പ്രസിഡന്റായും KPCCയുടെ വൈസ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറിനെയും PC വിശ്വനാഥിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഈ സമയത്ത് അണിനിരത്താൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 5 നേതാക്കന്മാരെയാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. UDFന്റെ കൺവീനറായി ശ്രീ അടൂർ പ്രകാശിനെയും നിശ്ചയിച്ചിരിക്കുന്നു. ഈ 4 നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഈ കാലത്ത് സംഘടനയെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നവരും ഇലക്ഷൻ മാനേജ്മെന്റ് നന്നാക്കി ചെയ്യാൻ വേണ്ടി കഴിയുന്നവരും പൊതുസമൂഹവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുന്നവരുമായ നേതാക്കന്മാർ ആണ് എന്നുള്ളതാണ്. സണ്ണി ജോസഫ് നമുക്കറിയാം, വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ MLA ആയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ കണ്ണൂർ DCC പ്രസിഡന്റുമായിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭകത്ത് രാഷ്ട്രീയപരമായ വിഷയങ്ങളും മറ്റു സാമൂഹ്യപരമായ വിഷയങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. അതിനേക്കാളേറെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു നടക്കുവാനും രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സമയങ്ങളിലൊക്കെ അതിനെ കൂടി യോജിപ്പിച്ച് കൊണ്ടു നടക്കുവാനും കഴിയുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് MLA. ആ സണ്ണി ജോസഫിനെ തന്നെ KPCCയുടെ പ്രസിഡന്റായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് വലിയ സന്തോഷവും വലിയ ആഹ്ലാദവുമുണ്ട്. ഇവിടെ മറ്റു സ്ഥാനാരോഹണങ്ങൾ നടന്നിട്ടുള്ളത് ഒന്ന് AP അനിൽകുമാറാണ്. വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ. AP അനിൽകുമാർ 25 വർഷമായി വണ്ടൂരിനെ പ്രതിനിധീകരിക്കുന്ന MLAയും നേരത്തെ മന്ത്രിയും KPCCയുടെ പ്രധാന നിർവാഹക സമിതിയൊക്കെ അംഗവുമായിട്ടുള്ള ആളാണ്. ഏറ്റവും നന്നായി ഇലക്ഷൻ മാനേജ്മെന്റ് അറിയുകയും അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണ് ശ്രീ AP അനിൽകുമാർ. ഒരുപക്ഷെ വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മത്സരം നടക്കുമ്പോഴുമൊക്കെ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതലകൾ വഹിച്ചിരുന്നതും ശ്രീ AP അനിൽകുമാർ MLA തന്നെയായിരുന്നു. അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ഈ കഴിവുകളെ KPCC കണ്ടെത്തുകയും AICC പ്രഖ്യാപിച്ച് പുതിയ ചുമതല നൽകിയിരിക്കുകയും മറ്റൊരു ഭാരവാഹിയായിട്ട് വരുന്നത് PC വിശ്വനാഥാണ്. വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പരിചിതമുള്ള മുഖം. ഏറ്റവും സൗമ്യനായ കോൺഗ്രസിലെ പുതിയ തലമുറയിലെ ഏറ്റവും കരുത്തുള്ള ആർജവമുള്ള രാഷ്ട്രീയ നേതൃത്വം. സംഘടനാ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ്. കർണാടക തെരഞ്ഞെടുപ്പിലും തെലങ്കാന തെരഞ്ഞെടുപ്പിലും AICCക്ക് വേണ്ടി പ്രത്യേകമായി അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട PC വിശ്വനാഥ്. ആ വിശ്വനാഥാണ് KPCCയുടെ ഒരു സഹഭാരവാഹിയായി വരുന്നത്. അതും പ്രവർത്തകന്മാർക്ക് കൂടുതൽ ഊർജ്ജസ്വലത നൽകുന്നതാണ്. മറ്റൊന്ന്, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം കേരളത്തിൻ്റെ പുതിയ തലമുറയും പൊതുസമൂഹവും ഏറ്റവും വലിയ അംഗീകാരം നൽകിയിട്ടുള്ള, ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയപരമായി കേരളത്തിൻ്റെ ഒരു പുതുമുഖമായി മാറിയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിൻ്റെ കഴിവും പ്രാപ്തിയും ജനകീയതയും അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവവുമൊക്കെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ ജനകീയതയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നവരുമൊക്കെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ യുവ നേതാവിൻ്റെ ജനകീയമായിട്ടുള്ള ഇടപെടൽ. അദ്ദേഹം വടകരയിൽ പോയി മത്സരിക്കുമ്പോൾ പോലും ശൈലജ ടീച്ചറെ പോലത്തെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുമ്പോൾ CPMന് വിജയം സുരക്ഷിതമാണ് എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ വടകര മണ്ഡലത്തിൽ നടന്ന ഓരോ ചിത്രവും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനകീയ നേതാവിൻ്റെ തേരോട്ടമായിരുന്നു. അപ്പോഴും CPM പ്രതീക്ഷിച്ചിരുന്നത് കുറഞ്ഞ വോട്ടിനെങ്കിലും CPMന് ഏറ്റവും വേരോട്ടമുള്ള പാർട്ടി കേഡർമാരുള്ള വടകരയിൽ വിജയിക്കുമെന്നായിരുന്നു. പക്ഷേ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു കയറിയത്.
ഒടിവന്ന പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ഒരു യുവജന നേതാവിനെ കൊണ്ടുവന്ന് വിജയിപ്പിക്കുകയും ചെയ്തു. ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യാൻ കരുത്തുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ മത്സരിപ്പിക്കുവാനും വിജയിപ്പിക്കുവാനും കരുത്തുള്ള ഒരു നേതാവ് കൂടിയാണ്. ആ ഷാഫി പറമ്പിൽ കൂടി KPCCയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നതോടുകൂടി കോൺഗ്രസിന് കേരളത്തിൽ ഒരു പുതിയ മുഖം വരുന്നു. ഏറ്റവും ആർജവമുള്ള, ഏറ്റവും ഹൈ സ്പീഡുള്ള ലീഡർഷിപ്പിനെയാണ് AICC തീരുമാനിച്ചിട്ടുള്ളത്. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഐക്യജനാധിപത്യ മുന്നണിക്ക് കരുത്താകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. UDFന്റെ കൺവീനറായിട്ട് കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ശ്രീ അടൂർ പ്രകാശിനെയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് മാനേജറാണ് അടൂർ പ്രകാശ്. ഒരുപക്ഷെ CPM പോലും സ്വപ്നം കാണാത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് KPCCയോട് ആ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മണ്ഡലത്തിൽ പോയി മത്സരിച്ച് അവിടെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാനുള്ള ഇലക്ഷൻ തന്ത്രങ്ങൾ മെനയുകയും ആ വിജയങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സംഘടനാ വൈഭവവും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റും നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തതാണ്. ആ അടൂർ പ്രകാശ് കൂടി UDFന്റെ കരുത്തുറ്റ നേതൃത്വമായി വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ലാതെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന്, ഒരുപക്ഷെ 100 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് ഹൈ സ്പീഡുള്ള നേതാക്കന്മാരെ AICC കേരളത്തിന്റെ KPCCയുടെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടത്.